നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അതായത് വിശ്വവ്യാപിയായ യജ്ഞചക്രത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഇതാകട്ടെ പരമാത്മാവിനാൽ ചലിക്കുന്നതുമാണ്. ഈ യജ്ഞചക്രത്തിൽ മനുഷ്യരിൽ നിന്ന് ഭിന്നമായ എല്ലാ പ്രാണികളും നിയമാനുസരണം പരമേശ്വരനാൽ ചലിപ്പിക്കപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ വിശേഷ ബുദ്ധിയുണ്ട്. അതിനാൽ ഈ യജ്ഞചക്രത്തിന് അനുകൂലമായ ആചരണങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവന് സുഖം ലഭിക്കും. ഏറ്റവും ഒടുവിൽ മോക്ഷവും. പ്രതികൂലമാണെങ്കിൽ സുഖം ലഭിക്കുകയുമില്ല, ഉന്നതാവസ്ഥ കൈവരിക്കാനും ആകില്ല. ഇത്രയും കാര്യം നാം ശ്രദ്ധിച്ച് കഴിഞ്ഞതാണ്. അതിനാൽ ഭഗവാൻ പറയുകയാണ്, ശ്ലോകം 16: ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തതീയഃ യഃ അഘായുരിന്ദ്രിയാരാരോ മോഹം പാർത്ഥ ന സജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാരാരോ ഇന്ദ്രിയരാമോ മോഘം പാർത്ഥ സ ജീവതി. അർത്ഥം നോക്കുമ്പോൾ, ഹേ പാർത്ഥ, അർജുന, ഇങ്ങനെ ചലിക്കുന്ന യജ്ഞചക്രത്തിന് അനുകൂലമായി ആചരിക്കാത്തവർ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളിവിട്ട് പാപികളായി തീരുന്നു. അവരുടെ ജീവിതം വ്യർത്ഥമായി തീരുന്നു. ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം, അതായത് ഇവിടെ സംസാരചക്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. പരമാത്മാവിൽ നിന്ന് വേദം ഉണ്ടാകുന്നു. വേദങ്ങളിൽ നിന്ന് കർമ്മവും അതിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു. യജ്ഞത്തിൽ നിന്ന് മേഘാദികൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് പ്രാണികളും ഉണ്ടാകുന്നു. അത് നമ്മൾ 2 ശ്ലോകങ്ങൾക്ക് മുമ്പ് കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിച്ചതാണ്. ഈ സമ്പൂർണ്ണ ചക്രം പരമാത്മാവിൻ്റെ വേദരൂപിയായ ആജ്ഞയ്ക്ക് അധീനമായി കണ്ടുകൊണ്ട് പാലിക്കുക എന്നത് സർവരുടെയും കർത്തവ്യമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ പറയുന്നു. ഏവരുടെയും കർത്തവ്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഛന്ദോഗ്യം തുടങ്ങിയ ശ്രുതികളിൽ ചില വർണ്ണനകളുണ്ട്. ആത്മാവ് താഴെയും മുകളിലുമുണ്ട്, മുന്നിലും പിന്നിലുമുണ്ട്, ദക്ഷിണ ഉത്തര ദിശകളിലുമുണ്ട്. ഇങ്ങനെ സർവത്ര ആത്മാവിനെ ദർശിക്കുകയും അതിൽ തന്നെ രമിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവർ സ്വയം രാജാക്കന്മാരായി എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അത്തരം സ്വതന്ത്രചാരികളായവർ പൂർവോക്തമായ യജ്ഞക്രം കർത്തവ്യമായി പാലിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം. എന്താണ് പറഞ്ഞത്? ഇച്ചിരി നല്ലൊരു ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആഹ്വാനം ഞാൻ പറഞ്ഞ ആ വാചകം മനസ്സിലാകുന്നത്. അത്തരം സ്വതന്ത്രചാരികളായവർ എന്താണ്? സർവത്ര ആത്മാവിനെ
ദർശിക്കുകയും അതിൽ തന്നെ രമിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവർ പൂർവോക്തമായ യജ്ഞചക്രം കർത്തവ്യമായി പാലിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം. ഇപ്പോൾ മനസ്സിലായില്ല ആരാണെന്ന്? അത് നമുക്ക് അടുത്ത ദിവസം ആ ശ്ലോകം ശ്രദ്ധിക്കാം. അതിൻ്റെ അർത്ഥവും നമുക്ക് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞത് മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.